السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا മുഹമ്മദ്. സൽക്കർമ്മങ്ങൾ ആര് ചെയ്താലും അതിന് വലിയ പ്രതിഫലങ്ങളാണ് അല്ലാഹു തആല നൽകുന്നത്. ചില സൽക്കർമ്മങ്ങൾ നിയ്യത്തിലേക്ക് ആവശ്യമില്ലാത്തവയുണ്ട്. അത്തരം സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന വ്യക്തി അത് വിശ്വാസിയാണെങ്കിലും അല്ലെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അതിനുള്ള പ്രതിഫലങ്ങൾ നൽകും. വിശ്വാസിയാണെങ്കിൽ അല്ലാഹു തആല അദ്ദേഹത്തിന് ഭൗതികമായ ലോകത്ത് അല്ലാഹു വലിയ സന്തോഷങ്ങൾ നൽകലോടൊപ്പം അതിനേക്കാളെല്ലാം ഉപരിയായി നാളെ പാരത്രികമായ ലോകത്ത് അല്ലാഹു തആല അതിനെ അവർക്ക് വേണ്ടി മാറ്റിവെച്ച് അതിന് അല്ലാഹു തആല വലിയ നന്മകൾ, വലിയ സന്തോഷങ്ങൾ നാളെ ആഖിറത്തിലും അല്ലാഹു തആല നൽകും. എന്നാൽ അവിശ്വാസിയായ മനുഷ്യനാണ് ഒരു സൽക്കർമ്മം ചെയ്തതെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകുന്ന പ്രതിഫലം അത് ഭൗതികമായ ലോകത്തായിരിക്കും. അദ്ദേഹത്തിന് അല്ലാഹു തആല സുഭിക്ഷമായ ഭക്ഷണം നൽകിയേക്കാം, മറ്റുള്ള സൗകര്യങ്ങൾ, സന്തോഷങ്ങൾ അല്ലാഹു തആല നൽകും. ചെയ്തു വെച്ച നന്മയുടെ പ്രതിഫലമായി ബലാ മുസീബത്തുകൾ തട്ടിയകറ്റും, രോഗങ്ങളിൽ നിന്നും അല്ലാഹു തആല അദ്ദേഹത്തെ സംരക്ഷിക്കും. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഭൗതികമായ ലോകത്തുള്ള നേട്ടങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന അവിശ്വാസിയായ മനുഷ്യനും നൽകപ്പെടുമെന്ന് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. മഹാനായ ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇന്നൽ കാഫിറ, തീർച്ചയായും അവിശ്വാസി, ഇദാ അമില ഹസന, ഒരു നന്മ ചെയ്താൽ, ഏത് നന്മയാവട്ടെ, അദ്ദേഹം അത് ചെയ്തു വെച്ച് ദാനധർമ്മങ്ങൾ നൽകി, പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകി, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ, നന്മകൾ ചെയ്തു കൊടുത്തു. ഇങ്ങനെ ഒരു അവിശ്വാസിയായ മനുഷ്യൻ അദ്ദേഹം അത്ര സൽക്കർമ്മങ്ങൾ ചെയ്തു വച്ചിട്ടുണ്ട് എങ്കിൽ ഉത്ഇമ ബിഹാ തുഅമതൻ മിന ദുനിയ, ദുനിയാവിൽ നിന്ന് വെച്ചുകൊണ്ടുള്ള ഭക്ഷണങ്ങൾ, മറ്റു കാര്യങ്ങൾ അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകും. അങ്ങനെ ഭൗതികമായ ലോകത്തുള്ള നേട്ടങ്ങൾ അദ്ദേഹത്തിന് അത് കാരണം കൈവരിക്കാൻ സാധിക്കുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ദാനധർമ്മത്തിൻ്റെ മഹത്വങ്ങൾ ധാരാളം ഹദീസുകളോട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടാണല്ലോ. ദാനധർമ്മങ്ങൾ ആഫത്തുകളെ തട്ടിക്കളയുമെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ദാനം ചെയ്യുക എന്നുള്ളത് ഒരിക്കലും ധനത്തെ ചുരുക്കിക്കളയുകയില്ല, അതിൽ വർധനവുണ്ടാവാനാണത് കാരണമായി തീരുക എന്നൊക്കെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചുവെങ്കിൽ അതെല്ലാം ഈ പറയപ്പെട്ടതുപോലെ അവിശ്വാസിയായ മനുഷ്യൻ ചെയ്യുമ്പോഴും അദ്ദേഹത്തിനും അത് നൽകപ്പെടുക തന്നെ ചെയ്യും. എന്നാൽ വിശ്വാസിയായ മനുഷ്യനാണെങ്കിലോ അമ്മൽ മുഅ്മിനു, വിശ്വാസിയായ മനുഷ്യൻ ഫഇന്നല്ലാഹ തആല യുദ്ഖിറു ലഹു ഹസനാതിഹി ഫിൽ ആഖിറ, അദ്ദേഹം ചെയ്യുന്ന എല്ലാ നന്മകളും നാളെ പാരത്രികമായ ലോകത്തേക്ക് അല്ലാഹു തആല അതിനെ മാറ്റിവെക്കുകയും അതോടൊപ്പം യുഅഖിബുഹു റിസ്ഖൻ ഫിദ് ദുനിയ ലാ തുആതിഹി, അദ്ദേഹം ചെയ്തു വെച്ച ഈ നന്മകൾക്ക് പകരം പ്രതിഫലമായി ഭൗതികമായ ലോകത്തും അല്ലാഹു തആല അദ്ദേഹത്തിന് ധാരാളം നന്മകൾ, ധാരാളം നല്ല കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഐശ്വര്യപൂർണ്ണമായ ജീവിതമൊക്കെ അല്ലാഹു തആല അദ്ദേഹം ചെയ്യുന്ന നന്മകൾ കാരണം നൽകുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു വ്യക്തിയും വിശ്വാസിയാണെങ്കിലും അല്ലെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന വ്യക്തിക്കോട് സൽക്കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം അതൊരിക്കലും പാഴാകുന്നില്ല. വിശ്വാസിയാണെങ്കിൽ ദുനിയാവിലും അത് അനുഭവിക്കാൻ കഴിയും, നാളെ പാരത്രികമായ ലോകത്ത് ആഖിറത്തിലും അദ്ദേഹത്തിന് അതിന് വേണ്ടുവോളം ആ പ്രതിഫലങ്ങളെല്ലാം വാങ്ങിയെടുക്കാൻ സാധിക്കും. അവിശ്വാസിയായ മനുഷ്യനാകുമ്പോൾ ഭൗതികമായ ലോകത്തുള്ള നേട്ടങ്ങൾ അത് കാരണം അദ്ദേഹത്തിലേക്ക് വന്നു ചേരുമെന്നാണ് ഇത്തരം ഹദീസുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാഹു തആല സൽക്കർമ്മങ്ങൾ ചെയ്ത് റബ്ബിലേക്ക് അടുക്കാൻ, അവൻ്റെ പൊരുത്തം സമ്പാദിക്കാനുള്ള തൗഫീഖ് നമുക്കും മാവുമായി ബന്ധപ്പെട്ടവർക്ക് അല്ലാഹു നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.